സംസ്ഥാനത്താകെ കണ്ട യു.ഡി.എഫ് തരംഗം കോഴിക്കോട് ജില്ലയിലും പരക്കെ കാണാനായി എന്നുള്ളതാണ് വസ്തുത. കോഴിക്കോട് കോർപ്പറേഷനിൽ കഷ്ടിച്ച് മാത്രമാണ് എൽ.ഡി.എഫ് ഇത്തവണ ഭരണം നിലനിർത്തിയത്. 35 ഡിവിഷനുകളാണ് എൽ.ഡി.എഫ് ഇത്തവണ ആകെ പിടിച്ചത്. കഴിഞ്ഞ തവണ 50 ഡിവിഷനുകൾ നേടിയ സ്ഥലത്താണ് 15 ഡിവിഷനുകൾ കുറഞ്ഞ് എൽ.ഡി.എഫ് 35 ഡിവിഷനുകളുമായി ഭരണം നിലനിർത്തേണ്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. അതേസമയം തന്നെ കഴിഞ്ഞ തവണ 17 സീറ്റിൽ മാത്രം വിജയിച്ച യു.ഡി.എഫ് ഇത്തവണ 11 സീറ്റുകൾ അധികം വർദ്ധിപ്പിച്ചുകൊണ്ട് 28 സീറ്റുകളാണ് നേടിയത്. മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ ബി.ജെ.പിയും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. കഴിഞ്ഞ തവണ 7 ഡിവിഷനുകൾ നേടിയ ബി.ജെ.പി ഇത്തവണ 13 ഡിവിഷനുകൾ നേടി എന്നുള്ളതാണ്. അതിൽ തന്നെ മേയർ ബീന ഫിലിപ്പിൻ്റെ സിറ്റിംഗ് ഡിവിഷനായിരുന്ന പൊറ്റമ്മൽ അവിടെ ബി.ജെ.പിയിലെ ടി റനീഷ് അട്ടിമറി വിജയം നേടുകയും ചെയ്തു. അതേസമയം തന്നെ എൽ.ഡി.എഫിൻ്റെയും യു.ഡി.എഫിൻ്റെയും മേയർ സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുന്ന കാഴ്ചയും കോഴിക്കോട് നിന്നും കാണാൻ കഴിഞ്ഞു. എൽ.ഡി.എഫിൻ്റെ മേയർ സ്ഥാനാർത്ഥി CP മുസാഫിർ അഹമ്മദിനെ മീഞ്ചന്തയിൽ കോൺഗ്രസിലെ SK അബൂബക്കർ പരാജയപ്പെടുത്തിയപ്പോൾ പാറപ്പടി ഡിവിഷൻ, അതായത് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് ഡിവിഷനായിരുന്നു, പാരമ്പര്യമായി കോൺഗ്രസ് ജയിച്ചു വരുന്ന ഡിവിഷനായിരുന്നു, അവിടെ PM നിയാസ് പരാജയപ്പെടുന്ന കാഴ്ച കണ്ടു. അവിടെ NDA സ്ഥാനാർത്ഥിക്കാണ് വിജയമുണ്ടായത്. ഈ പാറപ്പടിയിൽ PM നിയാസിൻ്റെ പരാജയം അന്വേഷിക്കുമെന്ന് DCC നേതൃത്വം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉന്നതനായ ഒരു നേതാവിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഈ പരാജയം സംബന്ധിച്ച കാര്യങ്ങൾ അന്വേഷിക്കുക. കൂടാതെ ഇവിടെ CPM BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തു എന്ന കാര്യവും DCC നേതൃത്വം ഒരു ആരോപണമായി ഉന്നയിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു വീഴ്ച പാർട്ടി തലത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത്തരക്കാർക്കെതിരെ കർശന നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യവും DCC അധ്യക്ഷൻ K പ്രവീൺകുമാർ വ്യക്തമാക്കി. മറ്റൊന്ന്, കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി UDF ഭരണത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. UDF RMPയുടെ ഒരു സീറ്റ് ഉൾപ്പെടെ 15 സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ടാണ് ഇത്തവണ ഭരണത്തിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ തവണ തുടർച്ചയായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഭരിച്ചിരുന്ന LDF ഇത്തവണ 13 സീറ്റുകളിലേക്ക് ഒതുങ്ങുന്ന കാഴ്ചയാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ കണ്ടത്. കൂടാതെ ഗ്രാമപഞ്ചായത്തുകളിലും UDF വലിയ തോതിൽ നില മെച്ചപ്പെടുത്തുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിച്ചു. കോഴിക്കോട് 39 ഗ്രാമപഞ്ചായത്തുകൾ UDF വിജയിച്ചപ്പോൾ 27ലേക്ക് LDF ചുരുങ്ങുന്ന ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞു. 4ഇടത്ത് തുല്യത പാലിക്കുകയാണ്. ഈ 4ഇടത്തും നറുക്കെടുപ്പിലൂടെയായിരിക്കും പഞ്ചായത്ത് ഭരണം ആർക്കാണ് എന്ന കാര്യം തീരുമാനിക്കുക. ബ്ലോക്ക് പഞ്ചായത്തിൽ മാത്രമാണ് LDFിന് ഒരു ആശ്വാസമുള്ളത്. അപ്പോഴും ചില നഷ്ടങ്ങൾ LDFിനെ സംബന്ധിച്ച് ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഉണ്ടായിട്ടുണ്ട്. 8 ബ്ലോക്ക് പഞ്ചായത്തുകൾ LDF നേടിയപ്പോൾ 2 UDFും 2ഇടത്ത് തുല്യത പാലിക്കുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടായത്. അതേസമയം തന്നെ മുനിസിപ്പാലിറ്റികളിൽ കഴിഞ്ഞ തവണത്തെ ഒരു സ്റ്റാറ്റസ് കോ നിലനിർത്തുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ തവണ 7 മുനിസിപ്പാലിറ്റികൾ 4 UDFും 3 LDFുമായിരുന്നു. ഇത്തവണ ആ സാഹചര്യം തന്നെ നിലനിന്നു. പക്ഷേ കൊയിലാണ്ടി മുനിസിപ്പാലിറ്റി കേവലം ഒരു സീറ്റിന് മാത്രമാണ്, ഇടതുപക്ഷം ഭരിക്കുന്ന കൊയിലാണ്ടി മുനിസിപ്പാലിറ്റി കേവലം ഒരു സീറ്റിന് മാത്രമാണ് ഭരണം UDFിന് നഷ്ടപ്പെട്ടത് എന്നുള്ളതും ഏറെ പ്രസക്തമായ കാര്യമാണ്. ഫലത്തിൽ സംസ്ഥാന വ്യാപകമായി ആഞ്ഞടിച്ച UDF തരംഗം ഇത്തവണ കോഴിക്കോടും കണ്ടു എന്നുള്ളതാണ്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സൂചികയായിട്ടാണ് MK രാഘവനും ഷാഫി പറമ്പിലും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ കാണുന്നത്. ഇനിയിപ്പോൾ കോൺഗ്രസ് വളരെ സജീവമായി പ്രവർത്തിക്കും എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം അറിയിക്കുന്നത്. ഒപ്പം തന്നെ LDFിനെ സംബന്ധിച്ച് ഇനി തോൽവിയുടെ കാരണങ്ങൾ പരിശോധിച്ച് തെറ്റിദ്ധരുത്തി മുന്നോട്ട് പോവുക എന്നൊരു നിലപാടാണ് അവർ സ്വീകരിക്കുക. അതേസമയം തന്നെ BJP കോർപ്പറേഷനിൽ നേടിയ ഒരു ആധിപത്യം മറ്റിടങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് ഉള്ളത്. കോഴിക്കോട് നിന്നും ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.